കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്ത വൈദികർക്ക് മേൽ 14 വർഷം തടവ് ശിക്ഷ ചുമത്തുന്നതിനുള്ള നിയമം കൊണ്ടുവന്ന ഹോങ്കോങ് സർക്കാർ. മാർച്ച് 8 പാസാക്കിയ നിയമത്തിലൂടെയാണ് കുമ്പസാരം എന്ന കൂദാശയുടെ മഹനീയതയും പവിത്രതയും ഹനിക്കുവാൻ വൈദികനെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള നിയമം സർക്കാർ കൊണ്ടുവന്നത്. മാത്രമല്ല, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്ത വൈദികരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നതിനുള്ള നീക്കവും സർക്കാർ നടത്തുന്നു. ഈ പുതിയ നിയമത്തിൽ തടവുകാരൻ അവർക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി സംസാരിക്കുന്നതിന് പോലും തടയുന്നതിനുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുന്നു. കുറ്റം ചുമത്താതെ തടങ്കലിൽ വയ്ക്കുക, 7 ദിവസം വരെ റിമാൻഡ് നീട്ടിവെക്കുക, വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾക്ക് കടുത്ത പിഴകൾ ചുമത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പുതിയ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ ജൂലൈ 17 മുതൽ 21 വരെ ഇന്ത്യാന പോളീസിൽ വെച്ച് നടക്കുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി ആയിരക്കണക്കിന് മൈലുകൾ കാൽനടയായി തീർത്ഥാടനം നടത്താൻ യുവജനങ്ങൾ നഗരവീഥികളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സജീവ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തി കാൽനട തീർത്ഥാടനം നടത്താനാണ് യുവജനങ്ങൾ ഒരുങ്ങുന്നത്. 6500 മൈലിലധികം ദൂരം 4 വ്യത്യസ്ത വഴികളിലൂടെ നടന്ന് സഞ്ചരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ജൂലൈ മാസത്തിൽ ഇന്ത്യാന പോളീസിൽ എത്തുവാനാണ് ഇവരുടെ തീരുമാനം. ഓരോ റൂട്ടിലും 6 പേർ എന്ന നിലയിൽ 19നും 29നും ഇടയിൽ പ്രായമുള്ള 24 തീർത്ഥാടകർ വെയിലും മഴയും അവഗണിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത്. 4 വ്യത്യസ്ത പാതകളിലും തീർത്ഥാടകർ ഓരോ ദിവസവും 1015 മൈലുകൾ സഞ്ചരിക്കും. ഇവരുടെ ആത്മീയ പര്യടന യാത്രയുടെ ഭാഗമായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും വൈദികർ ഒരുക്കുന്നുണ്ട്. മലയോര മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണെന്നും അവർക്കാവശ്യമായ സംരക്ഷണം നൽകുകയെന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സുപ്രധാന ഉത്തരവാദിത്തമാണെന്നും കോട്ടയം അതിരൂപത വൈദിക സമിതി. ഇക്കാര്യത്തിൽ തുടർച്ചയായി അധികാരികൾക്ക്, പ്രത്യേകിച്ച് വനം വകുപ്പിന് അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വീഴ്ചകൾ അത്യന്തം ദുഃഖകരമാണ്. നഷ്ടപരിഹാരം എന്ന പോലെ പണം നൽകുന്നത് ഒരിക്കലും മനുഷ്യജീവൻ നഷ്ടമാകുന്നതിന് പരിഹാരമാകില്ലെന്നും വൈദിക സമിതി ചൂണ്ടിക്കാട്ടി. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങളും പ്രദേശവാസികളും വൈകാരികമായി പ്രതിഷേധിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഗുരുതരമായി കാണുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. മലയോര മേഖലകളിലെ ജനങ്ങളുടെ ഭയാശങ്കയും ഉത്കണ്ഠയും ഇന്ന് അതിതീവ്രമാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടും ആകുലതരായിരിക്കുന്ന ജനതയോടും കരുതലും സഹാനുഭൂതിയും അറിയിക്കുന്നതോടൊപ്പം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും അതിരൂപത വൈദിക സമിതി ആവശ്യപ്പെട്ടു. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കൊണ്ട് പ്രശസ്തമായ ഒഡീഷയിലെ പാർത്ത മഹായിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് കാണ്ടമൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളും എത്തി. കാണ്ടമൽ കലാപത്തിൽ രക്തസാക്ഷികളായവരെ വത്തിക്കാൻ അംഗീകരിക്കാൻ ഇടയായതിന് പിന്നിൽ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടെന്ന് കാണ്ടമാൽ രക്തസാക്ഷിയായ ലെൻസ ഡിഗാളിൻ്റെ മകൻ സുഭാഷ് ഡിഗാൾ പറഞ്ഞു. 25,000-ലധികം വിശ്വാസികളാണ് തിരുനാളിൽ സംബന്ധിച്ചത്. 50 വൈദികരും പങ്കെടുത്തു. കട്ടക് ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോൺ ബറുവ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1994 മാർച്ച് 5-ന് പാർത്ത മഹാമലമുകളിൽ വിറക് ശേഖരിക്കാൻ പോയ കോമളാദേവി എന്ന ഹൈന്ദവ വിധവയ്ക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ ജപമാലയുമേന്തിയ ഒരു സ്ത്രീയെയാണ് അന്ന് കോമളാദേവി കണ്ടത്. പാപികളുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലുന്നതിനായി അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ പ്രദേശത്തെ കത്തോലിക്ക വൈദികനോട് പറയുവാൻ ഈ സ്ത്രീ തന്നോട് ആവശ്യപ്പെട്ടതായി കോമളാദേവി അയൽക്കാരോട് പറഞ്ഞെങ്കിലും അവർ ഇത് കാര്യമായി എടുത്തില്ല. പിന്നീട് കോമളദേവി മലമുകളിൽ പോയപ്പോൾ രണ്ടാമതും മാതാവ് പ്രത്യക്ഷപ്പെടുകയും താൻ ഈശോയുടെ മാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടു. അന്നത്തെ കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന ഫാദർ അൽഫോൻസ് ബാലിയാർ സിംഗിനോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കോമളദേവിക്ക് അവസരം ലഭിച്ചതിനെ തുടർന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ബനിയൻ മരത്തിനടുത്ത് ഒരു ഗ്രോട്ടോ സ്ഥാപിച്ചത്. തുടർന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ആഗ്നസായി മാറിയ കോമളാദേവി 2020 മാർച്ച് 27-നാണ് മരിച്ചത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.